നമസ്കാരം. കേരളത്തിലെ പണ്ടുകാലം മുതലേയുള്ള ഒരു നെല്ലിക്ക വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നെല്ലിക്ക കറുപ്പിച്ചത് പണ്ടുകാലം മുതൽ നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നിട്ടുള്ള ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കറിയല്ലിത്. കുറഞ്ഞത് 20 ദിവസമെങ്കിലും വളരെ ചിട്ടയോടുകൂടി അത് കൈകാര്യം ചെയ്തെങ്കിൽ നെല്ലിക്ക കറുപ്പിച്ചത് എന്ന് പറയുന്ന ആ കറി പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം വളരെ വിശദമായി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ കറി ഉണ്ടാക്കുവാൻ കഴിയും. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. NRCT വ്ലോഗിൽ ഇന്ന് നെല്ലിക്ക കൊണ്ടൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കറിയാം, നെല്ലിക്ക വറുത്തരച്ച് കറി വെക്കാം, അച്ചാറിടാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് കറിയാക്കി ഉപയോഗിക്കാം. എങ്കിലും വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നെല്ലിക്ക കറുപ്പിക്കാൻ പോവുകയാണ് നമ്മൾ. നെല്ലിക്ക കറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അസ്സലായിട്ട് കറുത്തിരിക്കും. ആ കറുത്തിരിക്കുന്നതിൻ്റെ ഒരു രഹസ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്. മീഡിയം നെല്ലിക്കയാണ്, ഒത്തിരി വലിപ്പമുള്ള നെല്ലിക്കയല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. അപ്പം നമ്മൾ ഈ നെല്ലിക്ക കറുപ്പിക്കുന്നത് എങ്ങനെ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ നെല്ലിക്ക കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൺകലം വാങ്ങിയിട്ടുണ്ട്. പുത്തൻ കലമാണ്. 1 കിലോ നെല്ലിക്ക കൊള്ളുന്ന പരുവത്തിനുള്ള കലമാണ് വാങ്ങിയിട്ടുള്ളത്. ഒത്തിരി വലിപ്പമുള്ള കലത്തിൻ്റെ ആവശ്യമില്ല, തീരെ ചെറുതാകാനും പറ്റത്തില്ല. 1 കിലോ നെല്ലിക്ക ഇട്ട് എങ്ങനെ കറുപ്പിക്കാം. അപ്പം നെല്ലിക്ക കറുപ്പിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ ഈ നിരത്തി വച്ചിരിക്കുന്നത്. പച്ചമുളക് സാധാരണയായി വേണ്ടത് കാന്താരിയാണ്. പക്ഷേ കാന്താരി കിട്ടാനില്ലാത്ത സമയമാണ്. ഒറ്റ കാന്താരി പോലും ഒറ്റ ചീനിയിലും പറിക്കാനില്ലാത്ത ഒരു കാലം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കാന്താരിക്ക് സമമായി സാമാന്യം നല്ല രീതിയിൽ എരിവുള്ള മുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് പച്ചമുളകും ഉണ്ട്, പച്ചമുളകിൻ്റെ പഴുത്ത മുളകും ഉണ്ട്. ഒരു 10 മുളക് ഇതുണ്ട്. ഈ 10 മുളക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കറിവേപ്പില. അതുപോലെ തന്നെ മുളക് പൊടി ചുവന്നാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ചേർന്ന് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ മുളക് പൊടിയും കറുത്തു പോകും. ഉലുവ വളരെ കുറച്ച് മതി. ഉലുവ, കായം, കട്ടക്കായം മേടിച്ച് നമ്മൾ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുത്ത് മിക്സിക്കകത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. നല്ല സൂപ്പർ കായപ്പൊടിയാണിത്. ഉപ്പ്, അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം കരുതിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഓരോ ലെയറായിട്ട് ഈ കലത്തിലേക്ക് ചേർക്കുകയാണ്. ആദ്യം നമുക്ക് കുറച്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഈ 1 കിലോ നെല്ലിക്ക ഒരു 3 ലെയറായിട്ട് നമുക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ 1 കിലോ നെല്ലിക്കയുടെ 1/3 ഭാഗം ഇങ്ങോട്ടിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനുള്ള പച്ചമുളക് ഒരല്പം ചേർത്ത് കൊടുക്കാം. ഈ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകിൽ ഒരു 1/3 ഭാഗം പച്ചമുളക് ചേർത്തു. കറിവേപ്പില ചേർത്തു, അതും കുറച്ചേ ചേർത്തോളൂ. എടുത്തു വച്ചിരിക്കുന്നതിൻ്റെ 1/3. അടുത്തായിട്ട് മുളക് പൊടിയാണ്. മുളക് പൊടി ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് മുഴുവൻ ചേർക്കണം. അതുകൊണ്ട് ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്നതിൻ്റെ 1/3 ഇപ്പോൾ നമ്മൾ ചേർക്കുകയാണ് മുളക് പൊടി. മുളക് പൊടിയും ചേർത്തു. ഇനി നമുക്ക് ഉലുവപ്പൊടിയാണ് ചേർക്കാനുള്ളത്. ഉലുവപ്പൊടി അല്പം ഉലുവപ്പൊടിയും നമ്മൾ ചേർത്തു. അടുത്ത് കായം, അളവിന് കായം ചേർത്തിട്ടുണ്ട്. അടുത്തത് ഉപ്പാണ്. ഉപ്പ് ചേർത്തു. വെള്ളം അല്ലേ,
ഇതിൻ്റെ അളവിൽ വെള്ളം ചേർക്കുകയാണ്. 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നെല്ലിക്കയുടെ മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് ഉള്ള അളവിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർന്ന ഈ നെല്ലിക്ക കറപ്പിക്കുന്ന പരിപാടിയുടെ ആദ്യ പടിയായിട്ട് ഇത് തിളപ്പിക്കാൻ പോവുകയാണ് നമ്മൾ സ്റ്റൗവേ വെച്ച്. ഈ നമ്മൾ വളരെ കുറച്ച് ഇട്ട് ഒരല്പസമയം കൊണ്ട് തിളയ്ക്കത്തക്ക രീതിയിൽ, കണ്ടമാനം തീയിടണ്ട. നമ്മൾ പുറത്തേക്ക് തിളച്ച് പോകരുത്. അപ്പം നമ്മളിവിടെ തന്നെ കാണണം, ശ്രദ്ധിച്ച് ഇത് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ നെല്ലിക്ക ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. നെല്ലിക്ക മൂടി കെട്ടി വെക്കുക. അതായത് വാഴയിലയ്ക്കാണ് നമ്മൾ മൂടി കെട്ടുന്നത്. വാഴയില വാട്ടിയതും കൊണ്ട് വേണം മൂടി കെട്ടാനായിട്ട്. കാരണം അല്പം പോലും ജലാംശം പുറത്തേക്ക് പോകാത്ത രീതിയിൽ. അപ്പോൾ 2 ലെയറായിട്ട് നമ്മളിപ്പോൾ വാഴയില വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുകൊണ്ടാണ് മൂടി കെട്ടുന്നത്. വള്ളി എന്ന് പറഞ്ഞാൽ. പിന്നെ ടേസ്റ്റ് കൂടിയിട്ടുണ്ടോ, എരിവുണ്ടോ? ഈ നെല്ലിക്ക കറിപ്പച്ചന് ഏറ്റവും കൂടുതൽ വേണ്ടത് എരിവാണ്. അപ്പോൾ നമുക്കൊരു 15 ദിവസം കഴിഞ്ഞ് വേണം ഇത് ഈ മൂടലെടുക്കാനായിട്ട്. ഇപ്പോൾ ചൂടോടുകൂടിയാണ് മൂടി കെട്ടിയിരിക്കുന്നത്. ചൂടാറാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കേണ്ട. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഇളക്കിയിടാം. നമ്മുടെ നെല്ലിക്ക കറിപ്പിക്കൽ പരിപാടി 2-ാം ദിവസം. നെല്ലിക്ക ചൂടാക്കാൻ വച്ചിരിക്കുകയാണ്. വളരെ കുറഞ്ഞ തീ ഇട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ തിളച്ച് പുറത്തു പോകും. നമ്മുടെ നെല്ലിക്കക്കറി തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് മണം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്ന് ചൂടാറണം, എന്നിട്ട് വേണം മറിക്കാനായിട്ട്. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറിച്ചിടണം. നമ്മുടെ നെല്ലിക്ക കറിപ്പിക്കൽ പരിപാടി 3-ാം ദിവസം. നെല്ലിക്ക കറിപ്പിക്കാൻ വെച്ചിട്ട് ഇന്ന് 21 ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മൾ മൂടലൊക്കെ അഴിച്ച് ഇതാ നോക്കാമല്ലോ. നമുക്ക് നല്ല കറുകറാന്ന് കറുത്തല്ലേ ഇരിക്കുന്നേ. അപ്പം നെല്ലിക്ക നന്നായിട്ട് കറുത്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് കടുക് വറുക്കുക എന്നുള്ളതാണ്. കടുക് വറുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വെളുത്തുള്ളി നന്നായിട്ട് ചേരണം, കറിവേപ്പിലയും ചേരണം. അതുപോലെ തന്നെ നല്ലെണ്ണയ്ക്കകത്തും വെളിച്ചെണ്ണയ്ക്കകത്തുമാണ്. അതായത് പകുതി നല്ലെണ്ണ പകുതി വെളിച്ചെണ്ണ. ഒരുമാതിരി നന്നായിട്ട് ഇപ്പോൾ ഈ നെല്ലിക്കയ്ക്ക് എരിവ് ചേർന്നിട്ടുണ്ട്. ഇനി ഇത്രയും കുരുമുളക് പൊടി കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കൊക്കെ ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് അല്പം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കാനുള്ളത്. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വലിയ കുടം വെളുത്തുള്ളി തൊണ്ട് പൊളിച്ച് ചതച്ചെടുത്തതാണ്. ഒരു 15 അല്ലി വെളുത്തുള്ളി ഉണ്ടാകും. കറിവേപ്പില, വെളുത്തുള്ളി ആയിട്ടുണ്ട്. നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അല്പം പോലും ഗ്രേവിയില്ല, എന്നാൽ എണ്ണയാണ് ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത്. നെല്ലിക്ക കറുപ്പിച്ചതിൻ്റെ വർക്ക് തീരുകയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. വീണ്ടും നമുക്ക് പ്ലേറ്റിലേക്ക് പകർന്നെടുക്കാം. നമുക്കിനി ഉപ്പൊന്ന് നോക്കണ്ടേ?
ഉപ്പുണ്ട്, നല്ല എരിവ് കേട്ടോ, നല്ല എരിവുമുണ്ട്, നല്ല പുളിയുണ്ട്. ഈ വെളുത്തുള്ളിയുടെ ചൊവ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിത്യവും ഒരല്പം എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചൂടാക്കി വെച്ചിട്ട് തീരുന്നത് വരെ പൂപ്പൽ കയറാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. അങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കി അവസാനം വരെ കേടുകൂടാതെ കഴിക്കുന്നതിൻ്റെ രഹസ്യം അതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.